ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടന്റ് വീഡിയോ എന്നല്ല, വെറുതെ നമ്മുടെ പറമ്പിൽ പരിസരത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. നമ്മളിന്ന് ജാക്ക് ഫ്രൂട്ട് പരാഗണം ചെയ്തിരുന്നല്ലോ, അപ്പോൾ അതെന്തായി നോക്കാം, എത്ര കൊണ്ട് വളർന്നിട്ടുണ്ട് നോക്കാം. പിന്നെ വേറെ 2-3 പഴുക്കാനായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കോഴി പറമ്പിൽ തനിയെ പോയി മുട്ടയിട്ട് അത് നമ്മൾ കാണാണ്ട് പിന്നെ കണ്ട് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് വിരിഞ്ഞിരുന്നല്ലോ. കുറച്ചൊരു 3-4 മാസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കോഴിക്കുട്ടികളൊക്കെ 8 കുട്ടികളാണ് കേട്ടോ വിരിഞ്ഞത്. അപ്പോൾ അവരൊക്കെ നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അവരെ കാണിക്കാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ബാ. ആദ്യം ജാക്ക് ഫ്രൂട്ട് കാണാം. പ്രാവശ്യം പൂവ് വളരെ കുറവെന്ന് വെച്ചാൽ വിരിയാണ്ടല്ലോ കേട്ടോ. ആൺപൂവ് പറഞ്ഞത് കൊണ്ട് പെൺപൂവ് ഇഷ്ടം പോലെ വിരിഞ്ഞ് പോയി. ഷാൻപൂ ഇല്ലാത്തതുകൊണ്ട് കുറേ പരാഗണം ചെയ്യാൻ പറ്റാൻ പോയി. ഇതൊക്കെ ഓറഞ്ച് കളറിലായിട്ടുണ്ട് കേട്ടോ. അതായത് ഓറഞ്ചിൽ നിന്ന് മാറി റെഡിലേക്ക് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, അത്യാവശ്യം സൈസൊക്കെ വന്നിട്ടാ. പിന്നെ ഞങ്ങൾക്ക് പരാഗണം ചെയ്യാൻ പറ്റാതെ പോയ കായകളാണ് ഇതൊക്കെ ഉണ്ടാകും. ഇതൊക്കെ വിരിഞ്ഞ സമയത്ത് പരാഗണം ചെയ്യാൻ ആൺപൂവ് ഇല്ലാതെ പോയി. ഇതാ ഇതൊന്നും ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് കൊഴിഞ്ഞു പോകും. അങ്ങനെ കുറേ എണ്ണണ്ടതാ. പിന്നെ ഇപ്പുറത്തുണ്ടായിരുന്നു ഞങ്ങൾക്കൊന്നും കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ വള്ളി കൂടുതലായപ്പോൾ വള്ളി കുറേ വെട്ടി കളഞ്ഞ് ഇവിടെ കണ്ടില്ലേ, ഇത് ഇങ്ങനെ വാടി കൊഴിഞ്ഞിട്ട് പോകും. പിന്നെ അത് ഒരിക്കലും ഉണ്ടാവില്ല. അത് ഞാൻ അന്ന് പറഞ്ഞത്, പരാഗണം ചെയ്യാത്ത ജാക്ക് ഫ്രൂട്ട് ഒരിക്കലും ഉണ്ടാവില്ല. പിന്നെ 2 പൂവ് ഒരുമിച്ച് കിട്ടണം നമുക്ക്, എന്നെങ്കിലാണ് ആ കായ ഉണ്ടാവുള്ളൂ. അങ്ങനെ കിട്ടാണ്ട് പോയ കായകളാണ് ഇപ്പം ഞാൻ കാണിച്ചത്. അന്ന് ഞാൻ വീഡിയോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കായ പരാഗണം ചെയ്തിരുന്നു. അത് ഞാൻ കാണിച്ചുതരാം എത്ര ആയിരുന്നോ. അപ്പം ഇത് അത് കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കായ എന്നിട്ടത് അന്ന് നമ്മൾ വീഡിയോയിൽ പരാഗണം ചെയ്ത കായ എന്നിട്ടാ. അത്യാവശ്യം സൈസായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇന്നൊരു പൂവിനിട്ടുണ്ട്. അതാണ് പൂവാ, പെൺപൂവില്ല. ഇതാണ് പൂവാണ് വിരിഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിന് ഇവിടെ ഒരു കായുണ്ട്, ഇവിടെ ഒരു ചെറുതുണ്ട് കേട്ടോ. അല്ല, ഒരുപാട് ഉണ്ടാവേണ്ടതൊക്കെ പോയി. ഒന്ന് പൂവില്ലാതെ ചെറുതാട്ടാ. കണ്ടില്ലേ, പൂപ്പെടുത്താൻ പോകും. ആൺപൂവ് വിരുമ്പോ പെൺപൂവ് വിരിയില്ല, പെൺപൂവ് വിരുമ്പോ ആൺപൂവ് വിരിയില്ല. കോഴിക്കുട്ടികളെ കണ്ടാലോ, കോഴിക്കുട്ടികളെ വിളിച്ചാൽ കോഴിക്കുട്ടികളെ വിളിച്ചാണല്ലോ വേണ്ടിട്ട. ഇങ്ങോട്ട് പോരാ, അവരിങ്ങോട്ട് വരൂ. എല്ലാരും വന്ന് കയറി. ഒരു കൊത്തിട്ടിയാ മതിയാവൂട്ടാ. അവര് വരുന്നില്ല. അപ്പൊ നമ്മളിനി ജാതിയുടെ അവിടെ നിന്ന് പോയിക്കട്ടെ. അപ്പൊ കായ വീഴലൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം കായ എടുത്ത് വെച്ചിട്ടുണ്ട്. വെയിൽ കുറവല്ല, ഇപ്പൊ മഴ ആത്തച്ചക്കൊക്കെ പോയി ഞാൻ 2ാമത് ഉണ്ടായി വന്നിട്ടാണ്. ഇപ്പൊ ഓൾറെഡി കായകളൊന്നും ജാതി മരം കാടി ഫുള്ള് ഇവിടെ അങ്ങനെ വീണ് കിടന്നില്ലേ. അയ്യോ ഗായ്സ്, ഒരു തേങ്ങ വീണേ. നമ്മള് കുറച്ചെണ്ണം ആണാണ്, ആൺമരാണ്. അതുകൊണ്ട് ദിമ്മ ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ പൂവിട്ട് നിൽക്കുന്നുണ്ട്. ഇതുപോലെ ഉണ്ടാവട്ടെ.
ഷവറിന്റെ വർക്കിന്റെ ആൾക്കാരൊക്കെ വരും. അപ്പുറത്തെ നമ്മള് ഷോപ്സിൽ നിന്ന് മേടിച്ച പോയി തേങ്ങ എടുത്തോളൂ. അപ്പൊ ഫ്രണ്ട്സ് നമ്മളെ പറമ്പിൽ നിന്ന് തേങ്ങ കിട്ടിയിട്ടുണ്ട്. പണ്ടൊന്നും ഒരു തേങ്ങ കിട്ടുമ്പോൾ വലിയൊരു ഗുമ്മുണ്ടായിരുന്നു കേട്ടാ. ഇപ്പോൾ ഒരു തേങ്ങ ഇട്ട് അത്യാവശ്യം ഭയങ്കര ഡിമാൻഡ് ഈ സാധനത്തിന് കേട്ടാ. അല്ല നമ്മളന്ന് കൊണ്ട് അതിന്റെ ശേഷം തേങ്ങക്ക് ഭയങ്കര ഡിമാൻഡാണ്. പിന്നില്ലേ ഈ ഇതില്ലേ തേങ്ങ ഇല്ല. നേരെ കൂടുതൽ തേങ്ങ വാങ്ങിച്ചു കൊടുത്തേ. ഇല്ല, വേഷം ഫ്രൂട്ട് നിറച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങള് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാട്ടോ ഈ പ്ലാവും തൈ. അത് കൊടുന്നപ്പോ അതിന്റെ കടക്ക് ഉണ്ടായിരുന്ന തൈ പേര തൈ ചെറിയ തൈ ഇരുന്നു. അപ്പൊ അത് രണ്ടും കൂട്ടിട്ട് കുഴിച്ചപ്പോ ഇത്ര ആയിരുന്നു. ശരിയാ, പേര അത്യാവശ്യം ചെറിയ തയ്യായിരുന്നു. രാവാജി വലുതുണ്ടായിരുന്നേ. കൂടെ കിട്ടിയതാണ് അത് ഓഫറായിട്ട്. ഇത് റോബസ്റ്റിന്റെ വാഴ. റോബസ്റ്റ് വാഴ കുളച്ചിട്ടുണ്ട് കേട്ടോ. റോബസ്റ്റ് വാഴ കോല വന്നിട്ടുണ്ട്. ഗൈസ്, ഇവിടെ ഒരു ഗ്യാക്ക് ഉണ്ട്. പിന്നെ നമ്മള് ഇത് പന്നി ചവിട്ടിതാക്കിയ വാഴ രണ്ടാമത് ഇത് തറവാട്ടിലത്തെ അമ്മമ്മയുടെ ഇതട്ട ഗ്യാക്ക് ഫ്രൂട്ടിന്റെ വള്ളിയാട്ടോ. ഒന്നുണ്ടായിണ്ട്. ആ, ഇവിടെ ഒന്നുണ്ട്. പിന്നെ അന്ന് നമ്മള് പന്നി ചവിട്ടിതാക്കി എന്തെങ്കിലും പോവഴി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നില്ല. ആ വാഴ രണ്ടാമത് വെച്ചാൽ പിന്നെ കുരങ്ങ് വന്നിട്ട് പിച്ച് ചീന്തിട്ടാ. വീണ്ടും അത് മുളച്ച് വന്നിട്ടുണ്ട്. അതിന്റെ കൂടുണ്ടായിരുന്ന വാഴകളൊക്കെ വലുതായി പക്ഷേ ആ വാഴ രണ്ടിലെ ഗൈസ്, പന്നി ചവിട്ടി കൂട്ടി. പിന്നെ കുരങ്ങ് വലിച്ച് ചീന്തി. പിന്നെയും അത് ഇതാ വളർന്ന് ഇങ്ങനെ ഇതിന്റെ ഒപ്പം കുഴിച്ചിട്ടതാണ് ഈ വാഴകളൊക്കെ. ഇത് മാത്രം ഇങ്ങനെ നിൽക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ അത് 2 വട്ടം ഇതായതുകൊണ്ടാണ്